പറയുന്നത് മോന്റെ ആത്മാവിങ്ങനെ ഗതികിട്ടാതെ അലയാണെന്നും അവന്റെ ബോഡി റിമൈൻസ് വെച്ച് ശേഷക്രിയകൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ എന്നാ. ഫിലിമിനുള്ള ഫണ്ട് ഓക്കെ വീട്ടില് സമ്മതിച്ചോ? എന്റെ ഒരു കസിൻ ബ്രദർ അല്ലേ ദുബായിലുള്ള, പുള്ളി സഹായിക്കാന്ന് പറഞ്ഞു. നീ നാളത്തെ റിട്രീറ്റിന് പോകുന്നുണ്ടോ? ഞാൻ വീട്ടിൽ പോവാ. എന്നാ ഞാനും വരട്ടെ. ആ കേമായിരിക്കും എന്റെ മുന്നിൽ ചവിട്ടി പോ. നീ നമ്മുടെ ആരും വീട്ടിൽ പറഞ്ഞോ? എടാ ചേച്ചിയുടെ സംഭവത്തിന് ശേഷം അമ്മയ്ക്ക് ഞങ്ങൾ ഏത് ചെറുക്കന്മാരോട് സംസാരിക്കുന്നുണ്ടായാലും ഭയങ്കര ടെൻഷൻ. അപ്പോഴല്ലേ നിന്റെ ആരും വീട്ടിൽ പറയാനായിട്ട്. എടാ എനിക്ക് ആ വീടും പരിസരം കണ്ട് ഷോർട്ട് ഫിലിമിനുള്ള മൂഡ് സെറ്റ് ചെയ്യാനാ, അതുകൊണ്ടാ. നീ ലൈബ്രറിയിലേക്ക് വരുന്നില്ലേ? എടാ ഞാൻ വന്നേക്കടാ. അപ്പൊ ഞങ്ങളുടെ കഥയാണോ ഷോർട്ട് ഫിലിം ആക്കാൻ പോകുന്നത്? ഏയ് പക്ഷെ അതീന്നാ ഒരു ഇൻസ്പിറേഷൻ. കൊള്ളാം. ഞാൻ ആ തോട്ട് പറയട്ടെ. പറ. നല്ല ഇടിയും മഴയുള്ള ഒരു രാത്രി തന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു ടീനേജ് പെൺകുട്ടി. മുഖത്ത് വന്ന് പതിക്കുന്ന മിന്നൽ വെളിച്ചത്തിൽ അവൾ ഉണരുന്നു. വാഷ്റൂമിലേക്ക് പോകാനായി എഴുന്നേക്കുന്ന അവൾ ഒരു കാഴ്ച കാണും.